കഫരോഗത്തിനുള്ളൊരു മരുന്നാണ് എടുത്ത് കൂട്ട് ചേർക്കുന്നത്. കുറേ മരുന്നുകളാണ് ഒരു കഫരോഗത്തിൻ്റെ കഷായത്തിൽ ചേരുന്നത്. ഈ രോഗമെന്ന് പറഞ്ഞാൽ വാവുണക്ക്, വയറ് മന്ദം, വയറിന് പെരുക്കം, അസ്വസ്ഥത, മലബന്ധം, ഇതാണ് രോഗലക്ഷണം. ഈ രോഗലക്ഷണത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് മരുന്നുകൾ എടുത്ത് ചേർക്കുന്നത്. ഇതാ ഒന്നാമത്തെ മരുന്ന് എടുത്തിടുകയാണ്. ഒന്നാമത്തെ മരുന്നാണ്. രണ്ടാമത്തെ മരുന്ന്. ഇന്ന് മരുന്നിനെ ചതയ്ക്കാൻ കൊണ്ടുപോകാൻ വേണ്ടിയാണ് മരുന്നിനെ കൂട്ടി ചേർക്കുന്നത്. നാളെ കഷായം കൊടുക്കണം രോഗിക്ക്. ഇത്രയും മരുന്നും ഒരാളിൻ്റെ രോഗത്തിനാണ്. ഇത് കുടിച്ച ഉടൻ തന്നെ വയറിൻ്റെ പെരുക്കം, ഇത് കഷായ, ഈ മരുന്ന്, അങ്ങാടി മരുന്നുകളെല്ലാം കഷായമാക്കി കുടിച്ച ഉടൻ തന്നെ വയറ് പെരുക്കം, വയറിൻ്റെ മന്ദത, ദഹനയില്ലായ്മ പോലുള്ളൊരു മന്ദത, പിന്നെ വായുണക്ക്, മലബന്ധം, ഇത്രയും രോഗങ്ങൾ ആ സെക്കൻഡിൽ മരുന്ന് കുടിച്ച് ഒരു 3 മണിക്കൂർ കഴിയുന്നത് രോഗം ശമിക്കാൻ തുടങ്ങുന്നതാണ്. ഇനി അടുത്ത് കുറച്ച് വേറെ ഐറ്റങ്ങളാണ്. മന്ദസ്ലേർപ്പനം എന്ന കഫരോഗത്തിൻ്റെ അങ്ങാടി മരുന്നാണ് നമ്മളെടുത്ത് കൂട്ടി ചേർക്കുന്നത്. ഇത്രയും ഇന്ന് തന്നെ കൊണ്ടുവന്ന് ചതച്ചിക്കൊണ്ടുവന്ന് കഷായമാക്കി നാളെ കൊടുക്കുന്ന രോഗിക്കു ആ സമയം തന്നെ രോഗശമനവും ഉണ്ടാവും. മന്ദസ്ലേർപ്പനം എന്ന് പറയുന്ന കഫരോഗം കുറഞ്ഞു തുടങ്ങും. ഇന്നലെ കഷായങ്ങൾക്ക് വേണ്ടി മരുന്നെടുക്കുന്നത് കാണിച്ചായിരുന്നു. ഇതാ ഇന്ന് കഷായമാക്കി കൊടുക്കുകയാണ്. ഇത് മന്ദസ്ലേർപ്പനം എന്ന് പറയുന്ന ഒരു കഫരോഗത്തിനുള്ളതാണ്. എല്ലാം ഒരേ തരം കഷായങ്ങളല്ല ഈ എടുക്കുന്നതെല്ലാം വെവ്വേറെ കഷായങ്ങളാണ്. ഓരോ രോഗത്തിനും ഓരോ തരത്തിലുള്ള കഷായങ്ങളാണ്. ഈ കഷായം പാല് പോലത്തതാണ്, പാലിൻ്റെ കളറാണ്.
ഇത് രോഗിക്ക് കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് മന്ദസ്ലേർപ്പനം. ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ വയറുപെരുക്കം, എപ്പോഴും മന്ദത, ആഹാരം ഒരുപാട് കഴിക്കില്ല, തൊണ്ട ഉണക്ക്, പിന്നെ മലബന്ധം. ഇത്രയും രോഗത്തിൻ്റെ പേരാണ് മന്ദസ്ലേർപ്പനം എന്ന രോഗം. അതിൻ്റെ കഷായമാണ് കൊടുക്കുന്നത്.